ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Joy Alucas. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം നിർമ്മാണ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടത് ജനങ്ങളെ വലയ്ക്കുന്നു. ദുരിതത്തിനെതിരെ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ച് കോർപ്പറേഷൻ പ്രതിപക്ഷം. ഒളകര ആദിവാസി കോളനിയിൽ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത പരിശോധന. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് മുന്നോടിയായാണ് നടപടി. കുറുമാലിപ്പുഴയിലെ എല്ലാ ജലസേചന പദ്ധതികളും ഇറിഗേഷൻ വകുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. നടപടി മേഖലയിലെ ആയിരക്കണക്കിന് ഹെക്ടർ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായേക്കും. വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ വെയിലത്ത് പണിയെടുക്കുന്നവരുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. സൂര്യാഘാതത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്ത ഭീഷണിയും വ്യാപകം. തീരദേശത്ത് അനധികൃത കണവുപിടുത്ത സംഘങ്ങൾ സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവുപിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. LDFന്റെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ശനിയാഴ്ച തൃശൂരിൽ സമാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമില്ലെന്ന് CN ജയദേവൻ MP. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം നിർമ്മാണ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടത് ജനങ്ങളെ വലയ്ക്കുന്നു. ദുരിതത്തിനെതിരെ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ച് കോർപ്പറേഷൻ പ്രതിപക്ഷം. പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന അവസ്ഥയാണ് തൃശൂർ നഗരത്തിലെ പല റോഡുകൾക്കും. ഗതാഗതക്കുരുക്ക് ഏറെ വലിക്കുന്ന തൃശൂർ നഗരത്തിൽ ഇപ്പോൾ റോഡുകൾ കൂടി വെട്ടിപ്പൊളിച്ചിട്ടതോടെ കൂനിന്മേൽക്കുരു എന്ന സ്ഥിതിയിലായിരിക്കുകയാണ്. ഇത് തിരക്കേറിയ ഹൈറോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കുടിവെള്ള പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് മണ്ണിട്ട് മൂടിയിട്ടുണ്ടെങ്കിലും റീടാറിംഗ് നടത്തിയിട്ടില്ല. ഇതിനാൽ പൊടിശല്യം മൂലം ജനം പൊറുതിമുട്ടുകയാണ്. ചിലയിടങ്ങളിലാകട്ടെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഗതാഗതക്കുരുക്കും ഇവിടെ രൂക്ഷമാണ്. തൃശൂർ പള്ളിക്കുളം റോഡിന്റെ സ്ഥിതിയും ഇതുതന്നെ. പൈപ്പ് ഇടാൻ വേണ്ടി കുഴിച്ചതിന് ശേഷം 10 ദിവസത്തിനിടയിൽ ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ്. കച്ചവടം പൊതുവെ ഇല്ലാത്ത സമയമാണ്. അത് മാത്രമല്ല ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല, വാഹനങ്ങൾ നിർത്താൻ പറ്റുന്നില്ല. പൊടിപടലത്തിന്റെ ശല്യം ഭയങ്കര. പൊടിശല്യം മൂലം ഇരിക്കപ്പൊറുതി ഇല്ലാതായതോടെയും കച്ചവടം കുറഞ്ഞതോടെയും വ്യാപാരികൾ തന്നെ വെള്ളം വാങ്ങി റോഡിൽ നനയ്ക്കേണ്ട അവസ്ഥയാണ്. MO റോഡ്, ഹൈറോഡ്, പള്ളിക്കുളം റോഡ്, കണ്ണംകുളങ്ങര റോഡ് എന്നിവിടങ്ങളിലെല്ലാമാണ് ഒരേ സമയം പൊളിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. റോഡിൻ്റെ ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. പൊടിപടലങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിൽ റോഡിൽ യാത്ര ചെയ്യാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലാണ് കാണുന്നത്. കണ്ണംകുളങ്ങരയിൽ പ്രദേശവാസികളായ 2 പേർ സ്ഥലം വിട്ടുകൊടുക്കാത്തതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കാൻ കാരണമെന്ന ആരോപണമുണ്ട്. എന്നാൽ മാസങ്ങളായിട്ടും റോഡ് സഞ്ചാരയോഗ്യമല്ലാതായതോടെയും പൊടിശല്യം രൂക്ഷമായതോടെയും ജനങ്ങൾ ദുരിതം പേറുകയാണ്. ഞാൻ ഇവിടെ തന്നെ റോഡിൻ്റെ വക്കിൽ താമസിക്കുന്നയാളാണ്. ഇത് പൊളിച്ചിട്ടിട്ട് 4-5 കൊല്ലമായി. പൊടി ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയിലാക്കി ഇട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള പൊടിശല്യം കാരണം അലർജി, അതുപോലെ തന്നെ അതുകൊണ്ടുള്ള കഫക്കെട്ട്. ഇപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരു വട്ടെങ്കിലും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. സബ്വേ നിർമ്മാണത്തിന്റെ ഭാഗമായി MO റോഡ് പൊളിച്ചതും ഗതാഗത കുരുക്കിനിടയാക്കുന്നുണ്ട്. ഒരേ സമയം നിരവധി റോഡുകൾ പൊളിച്ചിട്ടതും നിർമ്മാണം പൂർത്തിയായ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാത്തതുമാണ് ജനത്തെ വട്ടം തിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഈ ഗതാഗത കുരുക്കിൽ ഏറെ നേരം അകപ്പെടേണ്ട അവസ്ഥയിലാണ് ജനം. അതേസമയം നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. എത്രയും പെട്ടെന്ന് തൃശൂർ നഗരത്തിലെ സഞ്ചാര ദുരിതത്തിന് അറുതി കാണാൻ ഭരണാധികാരികൾ കനിയണമെന്നാണ് ആവശ്യമുയരുന്നത്. TC വിനോസ്, തൃശൂർ. ഒളകരയിലെ ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന്റെ മുന്നോടിയായി വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത പരിശോധന നടത്തി. ഒളകരയിലെ ആദിവാസികൾ നിർമ്മിച്ച ആട്ടിൻകൂട് വനംവകുപ്പ് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. കളക്ടറുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരുന്നു. പ്രശ്നപരിഹാര നടപടികളുടെ ഭാഗമായി ഗ്രാമസഭ മുന്നോട്ടുവച്ച ആവശ്യങ്ങളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, വില്ലേജ് ഓഫീസർ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വനാവകാശ നിയമപ്രകാരം ഒളകരയിലെ 41 കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് സമിതി പരിശോധിക്കുക. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റിക്ക് സമർപ്പിക്കുമെന്നും ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തുമെന്നും K. രാജൻ MLA അറിയിച്ചു. കുറുമാലിപ്പുഴയിലെ എല്ലാ ജലസേചന പദ്ധതികളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ഇറിഗേഷൻ വകുപ്പിന്റെ നിർദ്ദേശം. നടപടി മേഖലയിലെ ആയിരക്കണക്കിന് ഹെക്ടർ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകും.
പടിഞ്ഞാറൻ കോൾപ്പടവുകളിലെ കൃഷിക്ക് വെള്ളമെത്തിക്കുന്നതിനാണ് നടപടി. മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ശനിയാഴ്ച മുതൽ പമ്പിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയത്. കുറുമാലിപ്പുഴയിൽ സർക്കാർ സ്വകാര്യ പദ്ധതികൾ ഉൾപ്പെടെ 100ഓളം ജലസേചന പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ എല്ലാം പ്രവർത്തനം നിലച്ചാൽ കൃഷിനാശത്തിന് പുറമെ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും നേരിടേണ്ടി വരും. വരന്തരപ്പള്ളി, പുതുക്കാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിലായി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളിൽ നിന്നാണ് പുതുക്കാട് മണ്ഡലത്തിന്റെ പകുതിയോളം കാർഷിക മേഖലയിലേക്ക് വെള്ളമെത്തിക്കുന്നത്. ഒരാഴ്ചയോളം പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നാൽ ഭൂരിഭാഗം കാർഷിക വിളകളും വരണ്ടുണങ്ങും. നൂറുകണക്കിന് കർഷകരാണ് ആശങ്കയിലായിരിക്കുന്നത്. പുഴയിൽ പമ്പിംഗ് നടക്കുന്നത് മൂലം കോൾപ്പടവുകളിലേക്ക് ആവശ്യത്തിന് വെള്ളമെത്തുന്നില്ലെന്ന നെൽകർഷകരുടെ പരാതിയെ തുടർന്നാണ് ഇറിഗേഷൻ അധികൃതർ പമ്പിംഗ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചത്. ചിമ്മിനി ഡാമിൽ ആവശ്യത്തിന് വെള്ളമുള്ളപ്പോൾ കൂടുതൽ വെള്ളം തുറന്നുവിട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് മേഖലയിലെ കർഷകരുടെ ആവശ്യം. എന്നാൽ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടാൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ തകരുമെന്നതിനാൽ കർഷകരുടെ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ് അധികൃതർ. കുറുമാലിപ്പുഴയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകാത്ത വിധം എല്ലാവർക്കും വെള്ളമെത്തിക്കാനുള്ള നടപടികൾ ഇറിഗേഷൻ അധികൃതർ കൈക്കൊള്ളണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പുതുക്കാട്. സംസ്ഥാനത്ത് വേനൽച്ചൂട് അധികമായ സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്നവരുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചതായി ലേബർ കമ്മീഷണർ CV സജൻ അറിയിച്ചു. പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവരുടെ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയായിരിക്കും. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ ഇവർക്ക് വിശ്രമ സമയമായിരിക്കും. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമുള്ള ഷിഫ്റ്റുകൾ ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കുന്ന തരത്തിലും വൈകിട്ട് 3-ന് ആരംഭിക്കുന്ന തരത്തിലും നിജപ്പെടുത്തുന്നതിന് ജില്ലാ ലേബർ ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. ചേറ്റുപുഴയിൽ കോൾപ്പടവിൽ കുഴഞ്ഞു വീണ് മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സൂര്യാഘാതമാണോ മരണകാരണമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. തമിഴ്നാട് കടലൂർ സ്വദേശി മുരുകനാണ് കോൾപ്പടവിൽ നെല്ല് തൂക്കം പിടിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം തളർന്നു വീണത്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ കടലൂരിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. തൊഴിൽ വകുപ്പ് അധികൃതരും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അനധികൃതമായി കണവപിടുത്തം നടത്തുന്ന സംഘങ്ങൾ തീരദേശത്ത് സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവപിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. കഴിമ്പ്രം മുതൽ പെരിഞ്ഞനം വരെയുള്ള ഭാഗത്താണ് ഇവരുടെ പ്രവർത്തനം ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലപ്പെട്ടി ബീച്ചിൽ നിരവധി കടലാമകളുടെ ജഡം കരക്കടിഞ്ഞിരുന്നു. ഇതോടൊപ്പം വ്യാപകമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തെങ്ങിന്റെ കൊഴിഞ്ഞിലുകളും കരക്കടിഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇത് കണവപിടുത്തത്തിനുള്ള പാരുകൾ നിർമ്മിക്കാനായി കൊണ്ടുവരുന്നതാണെന്ന് കണ്ടെത്തി. ലോഡ് കണക്കിന് കൊഴിഞ്ഞലും കുപ്പികൾ, കാനുകൾ അടക്കമുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും കൂട്ടിക്കെട്ടിയാണ് പാരുകൾ നിർമ്മിക്കുന്നത്. വലിയ മണൽച്ചാക്കുകളായി ബന്ധിപ്പിച്ച് മത്സ്യക്കൂട് പോലെ കെട്ടിയുണ്ടാക്കും. ഇവയ്ക്കുള്ളിലേക്ക് കണവകൾ കൂട്ടത്തോടെ മുട്ടയിടാനെത്തുമ്പോൾ പിടികൂടുകയാണ് രീതി. നിരവധി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് പ്രജനന സമയത്തുള്ള കണവപിടുത്തവും പ്ലാസ്റ്റിക് നിക്ഷേപവും. കയ്പമംഗലത്തെ ബീച്ചുകളിൽ ലോഡ് കണക്കിന് കൊഴിഞ്ഞിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും കൂട്ടിയിട്ടതായും അനധികൃത കണവപിടുത്തം നടക്കുന്നതായും പ്രദേശവാസികൾ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. LDF കേരള സംരക്ഷണ യാത്ര ശനിയാഴ്ച തൃശൂരിൽ സമാപിക്കും. സമാപന പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ സംഘാടക സമിതി കൺവീനറും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K. രാധാകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും നയിക്കുന്ന തെക്കൻ വടക്കൻ മേഖലാ ജാഥകളാണ് തൃശൂരിൽ സമാപിക്കുന്നത്. 1,00,000 പേർ പങ്കെടുക്കുന്ന റാലിയും സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഉണ്ടാകും. സംഘാടക സമിതി ചെയർമാൻ CN ജയദേവൻ MP, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് CN ജയദേവൻ MP ആവർത്തിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തനിക്കെതിരെ ആർക്കും പരാതിയില്ല. സ്ഥാനാർത്ഥിക്ക് വേണ്ടി കുടപിടിക്കുന്ന രീതി തങ്ങളുടെ പാർട്ടിയിലില്ലെന്നും CN ജയദേവൻ പറഞ്ഞു. അല്ല, മാറി നിൽക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളൊന്നും എനിക്കില്ല. എൻ്റെ വിശ്വാസം ഒരു MP എന്നുള്ള നിലയിൽ തൃപ്തികരമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു നെഗറ്റീവും ഇന്ന് വരെ ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇയാൾ ഇന്ന തകരാറുകാരനാണ്, ഇന്ന കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ ഇന്ന ഇടത്ത് ഇയാളെ കണ്ടില്ല എന്നൊന്നും ഒരാളും ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ഉത്സവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ മേള. എൻചാന്റിംഗ് ഈസ്റ്റ്, വണ്ടർഫുൾ വെസ്റ്റ്,
സിൻഡിലേറ്റിംഗ് സൗത്ത്, ന്യൂജൻ നോർത്ത് എന്നീ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ശ്രേണികൾ. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സാരികൾ, റെഡിമെയ്ഡ് ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ. കല്യാൺ സിൽക്സ് കോട്ടൺ ഉത്സവ്. വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വിങ്കടങ്ങ് കണ്ണോത്ത് സ്വദേശി ഇരുപ്പശ്ശേരി വീട്ടിൽ ചെറുകണ്ടൻ മകൻ 53 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് പെരുവല്ലൂർ സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എതിർദിശയിൽ നിന്നും വന്ന ട്രാക്ടർ സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുബ്രഹ്മണ്യനെ നാട്ടുകാർ ഉടൻ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് കേസെടുത്തു. ഡോക്ടർമാരുടെ കുറിപ്പടികളിൽ മരുന്ന് കമ്പനികളുടെ പേരിന് പകരം ജനറിക് നാം എഴുതണമെന്ന നിയമം പാലിക്കപ്പെടുന്നില്ല. മരുന്ന് കമ്പനികളെ സഹായിക്കാനാണെന്ന് ആക്ഷേപം. ഡോക്ടർമാർ കുറിപ്പടികളിൽ മരുന്ന് കമ്പനികളുടെ പേരിന് പകരം രാസനാമം എഴുതണമെന്ന നിയമം പാലിക്കപ്പെടുന്നില്ല. കുറിപ്പടികളിൽ രാസനാമം മാത്രം എഴുതിയാൽ മതിയെന്ന് മെഡിക്കൽ കൗൺസിലിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ മരുന്നിലടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ട ജനറിക് നാമം എഴുതുന്നതിനു പകരം കമ്പനികളുടെ പേരാണ് ഭൂരിഭാഗം ഡോക്ടർമാരും കുറിക്കുന്നത്. ഇത് മരുന്ന് കമ്പനികളെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച് നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടി എന്തെന്ന് ആരായുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ നടപടി ഉണ്ടായില്ലെന്ന് മാത്രം. ഡോക്ടർമാർ മരുന്ന് കുറിപ്പടികളിൽ എഴുതുന്ന രീതിയെക്കുറിച്ചും പരാതിയുണ്ടായിരുന്നു. കുറിപ്പടിയിൽ വായിച്ചെടുക്കാനാവാതെ കോഡ് രീതിയിൽ എഴുതുന്നുവെന്നായിരുന്നു ആക്ഷേപം. കുറിപ്പടികളിൽ ഇംഗ്ലീഷ് വലിയക്ഷരത്തിൽ വ്യക്തമായി മരുന്നുകളുടെ പേരെഴുതണമെന്നാണ് നിയമം. ഇപ്പോഴും ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. മരുന്നുകടക്കാർക്ക് പോലും ശ്രമപ്പെട്ട് മാത്രം വായിച്ചെടുക്കാൻ കഴിയുന്ന എഴുത്തുരീതി മാറ്റണമെന്ന നിയമം പല ഡോക്ടർമാരും അറിഞ്ഞ മട്ടില്ല. TCV തൃശൂർ. ശ്രീനാരായണപുരത്ത് ടാങ്കർ ലോറി വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു. ഒഴിവായത് വൻ അപകടം. എറണാകുളത്ത് നിന്നും മംഗലാപുരത്തേക്ക് പെട്രോളുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ചെന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ചെരിഞ്ഞെങ്കിലും വൈദ്യുതി വിതരണം നിലച്ചതിനാൽ കൂടുതൽ അപകടമുണ്ടായില്ല. മതിലകം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ഭീഷണിയായി തേനീച്ചക്കൂട്ടം. ആശുപത്രിക്ക് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് തേനീച്ചകൾ കൂടുകൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ സമയത്ത് തേനീച്ചകൾ ഇവിടെ ഭീഷണി സൃഷ്ടിച്ചിരുന്നു. തേനീച്ചകളുടെ ഉപദ്രവം മൂലം രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ആശുപത്രി അധികൃതർ പരാതിപ്പെട്ടതിനെ തുടർന്ന് തേനീച്ചക്കൂട് നീക്കം ചെയ്തിരുന്നു. ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി അഴീക്കോട് മുനയ്ക്കൽ മുസ്രിസ് ഡോൾഫിൻ ബീച്ച്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഭിന്നശേഷിക്കാർക്കായുള്ള കുടുംബ സംഗമവും ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ബാരിയർ ഫ്രീ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രത്യേക സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയത്. ജില്ലാ ടൂറിസം വകുപ്പും ഉത്തരവാദിത്ത ടൂറിസം മിഷനും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഭിന്നശേഷിക്കാർക്ക് തീരത്തേക്കെത്താൻ സൗകര്യപ്രദമായ രീതിയിൽ 26 റാമ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. നീളമുള്ള നടപ്പാത, മോട്ടോർ വീൽചെയറുകൾ, ക്രച്ചസുകൾ, വാക്കിംഗ് സ്റ്റിക്ക്, ബ്രെയിലി ലിപിയിലുള്ള ദിശാസൂചകങ്ങൾ, കിയോസ്കി ടച്ച് സ്ക്രീൻ കൂടാതെ പാർക്കിംഗ് സൗകര്യവും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് തൃശൂർ ജില്ലയിലെ 7 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമായി 73,40,5000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 23,54,996 രൂപയാണ് മുനയ്ക്കൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി ചെലവാക്കിയത്. ബാരിയർ ഫ്രീ പദ്ധതി പ്രകാരം 9 കോടി രൂപ ചെലവിട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 126 ടൂറിസം കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കും. 2021 കേരളത്തെ പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM അബ്ദുള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VA സബാഹ്, സുഗത ശശിധരൻ, അംബിക ശിവപ്രിയൻ, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇടുക്കിയിൽ നടത്തിയ പ്രസംഗം രാജ്യദ്രോഹപരവും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടിയേരിയുടെ പാകിസ്ഥാൻ ബന്ധത്തെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. BJP ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്നും കോടിയേരിയുടെ പ്രസ്താവനയെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന്
ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ശ്രീ കോടിയേരി ഇടുക്കിയിൽ നടത്തിയ പ്രസംഗം അത് രാജ്യദ്രോഹമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് അവിശുദ്ധ സഖ്യത്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് നേതൃത്വം കോടിയേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കുന്നത്. മാർച്ച് 2-ന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ചർച്ച ആരംഭിക്കുകയുള്ളൂ. ബിജെപിയും BDJസും രാമലക്ഷ്മണന്മാരെ പോലെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ബിജെപി ജില്ലാ പ്രസിഡന്റ് എ. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ജോർജ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനം കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടകാലമായി മാറിയെന്ന് DCC പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളുകളിൽ കൊണ്ടുവന്ന ട്രഷറി നിയന്ത്രണം കേരളത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഈ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പ്രതാപൻ പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരായ IP പോൾ, MP വിൻസെന്റ്, KV ദാസൻ, UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കൌൺസിലർമാരായ CB ഗീത, ലാലി ജെയിംസ്, A പ്രസാദ്, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തിൽ തകർന്ന ആറാട്ടുപുഴ ബണ്ട് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനഃസ്ഥാപിച്ചത്. തകർന്ന ബണ്ടിന് സമീപത്തുള്ള കരുവാക്കുണ്ട് റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ 10 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. പ്രളയത്തിൽ ആറാട്ടുപുഴ കര കവിഞ്ഞതിനെ തുടർന്നാണ് ബണ്ട് തകർന്നത്. കുട്ടനാട്ടിൽ നിന്നും കോഴിക്കോട്ടു നിന്നും എത്തിയ തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ബണ്ട് താൽക്കാലികമായി നിർമ്മിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സുനിൽ, NT ശങ്കരൻ, ലതാ ഗോപിനാഥൻ എന്നിവരും പങ്കെടുത്തു. ജില്ലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി മേഖലാടിസ്ഥാനത്തിൽ പ്രവർത്തനം വിപുലപ്പെടുത്താൻ ജില്ലാ പഞ്ചായത്ത് യോഗം തീരുമാനിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓരോ ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും യോഗം ചുമതലപ്പെടുത്തി. ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും എയ്ഡ്സ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തും. എയ്ഡ്സ് രോഗികൾക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ, ജനങ്ങൾക്കുള്ള ബോധവൽക്കരണം എന്നിവയും നടത്താൻ DMOയ്ക്ക് നിർദ്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിലെ ക്യാന്റീൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുവാനും ക്യാന്റീൻ അംഗങ്ങൾക്ക് ഹെൽത്ത് കാർഡ് നൽകാനുമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ്, സ്ഥിരം സമിതി അംഗങ്ങളായ ജെന്നി ജോസഫ്, M പത്മിനി, മഞ്ജുള അരുണൻ, സെക്രട്ടറി TA മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. ചേലക്കരയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീണ്ടും റൈസ് പാർക്ക് സ്ഥാപിക്കുന്നത് അഴിമതി നടത്താനാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്. കോടികൾ ചെലവിട്ട് പരക്കാട് നിർമ്മിച്ച റൈസ് പാർക്ക് നശിക്കുമ്പോഴാണ് പുതിയ തട്ടിപ്പെന്ന് നാഗേഷ് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. പട്ടികജാതി ഫണ്ട് വകമാറ്റി 3.5 കോടി രൂപ ചെലവഴിച്ചാണ് നേരത്തെ റൈസ് പാർക്ക് സ്ഥാപിച്ചത്. പഴയ റൈസ് പാർക്ക് പുനരുദ്ധരിക്കുന്നതിന് പകരം പുതിയ റൈസ് പാർക്ക് നിർമ്മിക്കാനൊരുങ്ങുന്നത് അഴിമതി നടത്താനാണെന്നും നാഗേഷ് ആരോപിച്ചു. ഇനി TCV ന്യൂസ് ക്യാമ്പയിൻ കത്തുന്ന സൂര്യൻ, ഉരുകുന്ന ഭൂമി.
അന്തരീക്ഷ താപനില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നു. സൂര്യാഘാതത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്ത ഭീഷണിയും വ്യാപകം. പൊള്ളുന്ന ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് ഭൂമിയും സകല ജീവജാലങ്ങളും. പ്രളയത്തിനു ശേഷമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് പതിവിലും നേരത്തെ കടുത്ത ചൂട് അനുഭവപ്പെടുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മഴയും മഞ്ഞും കാറ്റുമെല്ലാം ഇത്തവണ ഏറെ രൂക്ഷമായ സാഹചര്യത്തിൽ ചൂടും അതേ അളവിൽ തുടരുകയാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കനത്ത സൂര്യതാപം പ്രകടമാകുന്നത്. അന്തരീക്ഷ താപനില 38 ഡിഗ്രിക്കും 40 ഡിഗ്രിക്കും ഇടയിൽ പ്രകടമാകുന്നുവെന്നതാണ് ഭീഷണിയായി മാറുന്നത്. ശക്തമായ നിർജ്ജലീകരണവും അമിതമായ വിയർപ്പ് മൂലം ശരീരത്തിലെ ജലവും ലവണാംശവും നഷ്ടമാകുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. സൂര്യാഘാതമടക്കമുള്ള ഭീഷണികളെ പ്രതിരോധിക്കാനായി ഉച്ചസമയങ്ങളിൽ വെയിലത്ത് ജോലി ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് തൊഴിൽ വകുപ്പും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും ജില്ലയിൽ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയതും ശുദ്ധവുമായ വെള്ളം കുടിക്കുക, സൂര്യതാപമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനാവശ്യമായ കരുതൽ സ്വീകരിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലുടൻ ഡോക്ടറുടെ സേവനം തേടുക എന്നിവയാണ് പ്രധാനമെന്ന് DMO ഇൻചാർജ് ഡോക്ടർ VK മിനി പറഞ്ഞു. ചിക്കൻ ബോക്സ് ഒക്കെ നമുക്ക് കൂടുതലായി കാണുന്നുണ്ട്. വെള്ളം സംഭരിച്ച് വെക്കുമല്ലോ, അപ്പോൾ കൊതുക് മുട്ടയിട്ട് അതിൽ നിന്ന് ഡെങ്കിപ്പനി അങ്ങനത്തെ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. വെള്ളം ധാരാളം കുടിക്കുക, കഞ്ഞിവെള്ളം ഒക്കെ ഉപ്പിട്ട് ധാരാളം കുടിക്കുക, നാരങ്ങ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി 580 പേർ ജില്ലയിൽ ചിക്കൻ ബോക്സ് ബാധിച്ച് ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ചിക്കൻ ബോക്സ് ബാധിച്ചാലുടൻ ആന്റിവൈറൽ ഗുളികകൾ കഴിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗം പകരാതിരിക്കാനും അസുഖം ലഘൂകരിക്കാനുമുള്ള ഇത്തരം മരുന്നുകൾ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. പരീക്ഷാകാലമായതിനാൽ ചിക്കൻ ബോക്സ്, മഞ്ഞപ്പിത്തം, വയറിളക്കം എന്നിങ്ങനെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യേക കരുതൽ ആവശ്യമാണ്. ജലലഭ്യത കുറയുന്ന സാഹചര്യമായതിനാൽ മലിനജലമാണ് മിക്ക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. വെള്ളം വലിയ പാത്രങ്ങളിൽ പിടിച്ചു വയ്ക്കുമ്പോൾ അതിൽ കൊതുക് പെരുകാനും ഡെങ്കിപ്പനി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരേ സമയം കടുത്ത ചൂടിനെ പ്രതിരോധിക്കുകയും ആരോഗ്യ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും രോഗം വന്നാലുടൻ ശാസ്ത്രീയ ചികിത്സ തേടുകയുമാണ് വേണ്ടതെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. TCV ന്യൂസ്, തൃശൂർ. പ്രളയത്തിൽ വീടിനകത്തേക്ക് വെള്ളം കയറിയെങ്കിലും പുത്തഞ്ചിറ പഞ്ചായത്തിലെ 3 കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്ക് പുറത്തായി. സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപ പോലും ലഭിക്കാത്ത ഇവർ കൊടുത്ത അപേക്ഷ പോലും എന്തായെന്ന് അറിയാത്ത നിലയിലാണ്. കോവിലകത്തുനിന്ന് സ്വദേശികളായ ഇളയോടത്ത് ബുഷറ ഫൈസൽ, പൂത്തേക്കൽ സാലിഹ്, ജമ്മിക്കാട്ടിൽ ഹേന എന്നിവരുടെ കുടുംബങ്ങളാണ് പ്രളയ ദുരിതാശ്വാസമായി യാതൊന്നും ലഭിക്കാത്തവർ. ഇവർ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള ശ്രമത്തിലാണ്. ഇവരുടെ അറിവില്ലായ്മയെ ബന്ധപ്പെട്ടവർ അവസരമാക്കി മാറ്റിയതാണ് ആനുകൂല്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നും ആക്ഷേപമുണ്ട്. ഈ 3 വീടൊഴികെയുള്ള അയൽവീട്ടുകാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിലെ 10,000 രൂപ ലഭിച്ചിട്ടുണ്ട്. വെള്ളം കയറിയതിനാൽ 8 ദിവസം ക്യാമ്പിൽ കഴിഞ്ഞുവെന്നും വീടിന് തകരാർ സംഭവിച്ചുവെന്നും ബുഷറ പറയുന്നു. ഒരാളും വന്ന് അന്വേഷിക്കാൻ നോക്കാൻ ഇവിടെയുള്ള ഏജൻസികൾക്ക് ഇവിടെ വെള്ളം കയറിയില്ലാന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അരക്കൊപ്പം വെള്ളം കണ്ണിക്കാല വരെ വെള്ളം കയറി നടക്കാറുണ്ട്. ഞങ്ങളുടെ ഈ 3 വീട്ടിൽ ഞങ്ങൾക്ക് ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. അപ്പുറം വരെയും പൈസ എല്ലാവർക്കും കിട്ടി. ഞങ്ങൾക്ക് ഈ 3 വീട്ടുകാർക്കും ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. EMS ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ അടിത്തറ വെള്ളം കയറിയതിനാൽ ഇളകിയ നിലയിലാണ്. കട്ടിലും മറ്റ് വീട്ടുപകരണങ്ങളും തറയിലേക്ക് താഴുന്ന അവസ്ഥയിലാണ്. വീടിനുള്ളിൽ പല ഭാഗത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഭിത്തിയിലും വിള്ളൽ വീണ നിലയിലാണ്. ആനുകൂല്യം ലഭിക്കാതിരുന്ന ഈ വീടുകളുടെ അകത്ത് 2 അടിയിലേറെ വെള്ളം കയറിയതായി ചിത്രങ്ങൾ സഹിതം സാക്ഷ്യപ്പെടുത്തുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായ സാലിഹും കുടുംബവും സ്വന്തം നിലയിൽ കെട്ടിപ്പൊക്കിയ 4 സെന്റ് സ്ഥലത്തെ ചെറിയ വീട്ടിലാണ് കഴിയുന്നത്. തൊട്ടടുത്ത പട്ടികജാതി വിഭാഗക്കാരായ ഹേനയും 2 പെൺമക്കളും കഴിയുന്ന ഓടുമേഞ്ഞ വീടും വെള്ളം കയറിയതാണ്. 3.5 സെന്റ് സ്ഥലം മാത്രമുള്ള ഇവർ വിധവയാണ്. ഈ 3 കുടുംബങ്ങളും അവസാന ശ്രമമെന്ന നിലയിൽ ജില്ലാ കളക്ടറെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. വെള്ളം കയറിയതിന് സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപയ്ക്ക് അർഹരായവരെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങളിൽ അധികൃതരുടെ വീഴ്ചയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. TCV മാള. TCVയുടെ കാർഷിക പരിപാടിയായ കർഷക മനസ്സിന് മണ്ണ് കൂട്ടായ്മയുടെ ആദരം. ദേശീയ ശാസ്ത്ര ദിനാചരണത്തിന്റെ ഭാഗമായി മണ്ണ് കൂട്ടായ്മ വിയൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് കർഷക മനസ്സ് പ്രോഗ്രാം ഡയറക്ടർ സൂരജ് S. നായർ, അവതാരകൻ ശ്രീകേഷ് വെള്ളാനിക്കര എന്നിവരെ ആദരിച്ചത്. മണ്ണ് കൂട്ടായ്മ നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് AD ബേഡി ബെന്നി പുരസ്കാരദാനം നിർവഹിച്ചു. പ്രസിഡന്റ് TP പ്രകാശ് പാഞ്ഞാൽ അധ്യക്ഷനായിരുന്നു. ഹോമിയോ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, വനിതാ കർഷക ജെയ്നി ജോസ് വെട്ടുകാട്, ഹോമിയോ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PN ഇന്ദു, പാചക വിദഗ്ധ ഇളവരി P. ജയകാന്ത്, മുൻ കൃഷി ഓഫീസർ PV സുലോചന, ഡോക്ടർ ബിജിത്
ജനമേ ജയൻ എന്നിവരെ ആദരിച്ചു. കരീം പന്നിത്തടം, അരുൺകുമാർ, മണ്ണ് സംരക്ഷണ ഓഫീസർ വി ജയകുമാർ, മണ്ണ് കൂട്ടായ്മ സെക്രട്ടറി ബിജു ആട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാർ തൃശൂർ മണ്ണ് പര്യവേക്ഷണ ഓഫീസർ MA സുധീർ ബാബു പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഗീത ബിജു, വർഗീസ് തരകൻ, ശാലിനി ഗോപിനാഥ് തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ പുനർജനികൊണ്ട ലാ നത്തൂറ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. കാർപ്പ് അഥവാ കമ്പനി ഓഫ് ആർട്ടിസ്റ്റസ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്ന ചിത്രകാര കൂട്ടായ്മയിലെ 9 ചിത്രകാരന്മാരുടെ 48 ചിത്രങ്ങളാണ് ലളിതകല അക്കാദമിയിൽ ഒരുക്കിയ പ്രദർശനത്തിൽ വേറിട്ട ദൃശ്യാനുഭവമേകുന്നത്. പ്രകൃതി എന്നർത്ഥമുള്ള ലാ നത്തൂറ എന്ന ഇറ്റാലിയൻ പദത്തെ അന്വർത്ഥമാക്കുന്നുണ്ട് ഈ ചിത്ര പ്രദർശനം. അന്യവൽക്കരണത്തെയും വിഭാഗീയതയെയും പ്രതിരോധിച്ചും അതിജീവിച്ചും മനുഷ്യന്റെ പ്രകൃതിയുമായുള്ള പാരസ്പര്യ സമുന്നയ ഉദാത്ത ഭാവങ്ങൾ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമമാണ് കാർപ്പ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്ന് ചിത്രകാരിൽ ഒരാളായ ഫാദർ സുനിൽ ജോസ് CMI TCVയോട് പറഞ്ഞു. ഞങ്ങളുടെ ഈ ഒരു ചിത്ര പ്രദർശനത്തിൻ്റെ പേര് ലാ നത്തൂറ എന്നാണ്. ലാ നത്തൂറ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകൃതി എന്നാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമൊക്കെ വല്ലാതെ അന്യമായി കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം. കാർപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ ഞങ്ങൾ സമാനഹൃദയരായ കുറച്ചധികം ആളുകൾ ഒരുമിച്ച് കൂടി ചേർന്ന് ഞങ്ങൾ കേരളത്തിൽ പലയിടത്ത് ഞങ്ങൾ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രദർശനമാണ് ഇപ്പോൾ ലളിതകല അക്കാദമി നടക്കുന്ന ഈ ഒരു പ്രദർശനം. അക്രിലിക്, ഓയിൽ, സോഫ്റ്റ് പേസ്റ്റേഴ്സ് എന്നിവയാൽ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങളിൽ സോങ് ഓഫ് ദി ബേർഡ്, മേഴ്സി ഡ്യൂസ്, ദ സെനർജി, മീനാക്ഷി, ലൈഫ്, മനുഷ്യപുത്രൻ, റീബർത്ത്, ഫെൽഡ് സീരീസ് തുടങ്ങിയവ ശ്രദ്ധേയങ്ങളാണ്. ഫാദർ KM ജോർജ്, എബി എടശ്ശേരി, റോണി M തോട്ടാൽ, സിസ്റ്റർ സാന്ദ്ര സോണിയ, സുനിൽ ജോസ്, ജോസഫ്, ജെയ്സൺ, അതുല്യ പ്രിയ, ജെയിംസ് ബോൺ, ഷാജു മാത്യു എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. അമ്പലപുരം അത്താണി റോഡിൽ മണ്ണുമായി പോയിരുന്ന ടിപ്പറിന് തീപിടിച്ച് അപകടം. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. വേലൂർ പാറക്കുന്നത്ത് വീട്ടിൽ അഭിലാഷിന്റെ ഉടമസ്ഥയിലുള്ള ടിപ്പറിനാണ് തീപിടിച്ചത്. വാഹനം നിർത്തി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുൻവശത്തെ ക്യാബിൻ പൂർണ്ണമായും കത്തിനശിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ SL ദിലീപ്, ലീഡിംഗ് ഫയർമാൻ റോയ് തോമസ്, രഞ്ജിത്ത്, ഫയർമാൻമാരായ യുവൈസ്, ശ്രീജിത്ത്, രമേശ്, സുജാതൻ, ഫയർ ഡ്രൈവർ വിൽസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ശ്രീ വടക്കുനാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുള്ള നൃത്ത സംഗീതോത്സവം തുടരുന്നു. 5ാം ദിനമായ വ്യാഴാഴ്ച ശിവരാത്രി മണ്ഡപത്തിൽ കഥക്, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. ആതിര ഗിരിധർ, മയൂരി വിബുദ് എന്നിവർ അവതരിപ്പിച്ച കഥക് ഹൃദയാനുഭവമായി. നൃത്ത സംഗീതോത്സവത്തിന്റെ 6ാം ദിനമായ വെള്ളിയാഴ്ച മീര സന്തോഷ്, മഞ്ജു V നായർ എന്നിവരുടെ ഭരതനാട്യം, ചലച്ചിത്ര താരങ്ങളായ ഈവ പവിത്രൻ, അനുമോൾ എന്നിവരുടെ മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറും. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേരാണ് കലാപരിപാടികൾ ആസ്വദിക്കാനായി ദിവസേന എത്തിച്ചേരുന്നത്. തിങ്കളാഴ്ചയാണ് ശിവരാത്രി. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം നിർമ്മാണ പ്രവൃത്തികൾക്കായി പൊളിച്ചിട്ടത് ജനങ്ങളെ വലയ്ക്കുന്നു. ദുരിതത്തിനെതിരെ പ്രതിഷേധ സമരം പ്രഖ്യാപിച്ച് കോർപ്പറേഷൻ പ്രതിപക്ഷം. ഒളകര ആദിവാസി കോളനിയിൽ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത പരിശോധന. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് മുന്നോടിയായാണ് നടപടി. കുറുമാലിപ്പുഴയിലെ എല്ലാ ജലസേചന പദ്ധതികളും ഇറിഗേഷൻ വകുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. നടപടി മേഖലയിലെ ആയിരക്കണക്കിന് ഹെക്ടർ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായേക്കും. വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ വെയിലത്ത് പണിയെടുക്കുന്നവരുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. സൂര്യാഘാതത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ്. ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്ത ഭീഷണിയും വ്യാപകം. തീരദേശത്ത് അനധികൃത കണവുപിടുത്ത സംഘങ്ങൾ സജീവം. കൃത്രിമ പാര് നിർമ്മിച്ചുള്ള കണവുപിടുത്തത്തിനായി ഉപയോഗിക്കുന്നത് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം. LDFന്റെ കേരള സംരക്ഷണ യാത്രയ്ക്ക് ശനിയാഴ്ച തൃശൂരിൽ സമാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമില്ലെന്ന് CN ജയദേവൻ MP.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joy Alucas.